മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാജപ്പൻ എന്ന രാജീവ്, കുക്കു എന്ന മനു എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൊലയ്ക്ക് മുന്നൊരുക്കങ്ങൾ നടത്തിയത് കുക്കുവിന്റെ വീട്ടിലെന്ന് പോലീസ്. സുജിത് സുരേന്ദ്രനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത്. സുജിത്ത്, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് അറിയാൻ സാധിക്കുന്നു. ഇനിയുള്ള അന്വേഷണം അതേത് രീതിയിലായിരിക്കും? കീർത്തന, കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത കുക്കുവിനെയും അതുപോലെ തന്നെ രാജീവിനെയുമാണ് വിശദമായി ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുക്കുവിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇരുവരെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് ജിം സന്തോഷിനെ ഒപ്പം തന്നെ മറ്റു ശങ്കരമംഗലത്തുള്ള മറ്റൊരാളെയും കൂടി ഇവർ വകവരുത്താൻ ലക്ഷ്യമിട്ടിരുന്നു. അതുകൂടാതെ അനീർ ഇവരുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്ന ആളല്ല. എന്നാൽ അവിചാരിതമായി കണ്ട സാഹചര്യത്തിലാണ് അനീറിനോടുള്ള മുൻ വൈരാഗ്യം ഇവർ വഴിയിൽ വെച്ച് വവ്വാക്കാവിൽ വെച്ച് തീർക്കുകയുണ്ടായത്. മറ്റൊന്ന്, ഇവർ ഏറ്റവും പ്രധാനമായുള്ളത് ഇവർ കഴിഞ്ഞ ദിവസം ചവറയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിനിടയിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങളാണ് പ്രതികാരം വർദ്ധിക്കാൻ കാരണമായതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും ജിം സന്തോഷിനെ കിടക്കയിൽ കിടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ രാജപ്പൻ എന്ന രാജീവാണ് തോട്ടയെറിഞ്ഞത്. തോട്ട രാജീവ് എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇയാൾ 2 തവണയാണ് വീട്ടിലേക്ക് തോട്ടയെറിഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിലെ ആദ്യ തവണ തോട്ടയെറിഞ്ഞപ്പോൾ ഈ സന്തോഷിന്റെ കിടക്കയ്ക്ക് അരികിൽ വന്ന് വീഴുകയും രണ്ടാമത്തെ തോട്ട ഇയാളുടെ തുടഭാഗത്തേക്ക് വന്ന് വീഴുകയും ചെയ്തു. ആ തോട്ടയിലാണ് ഇയാളുടെ കാൽ പൂർണ്ണമായും തകർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തുടയെല്ല് പൊട്ടി രക്തം വാർന്നാണ് ഇയാളുടെ മരണമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികളെ പോലീസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കേസിലെ പ്രധാന പ്രതിയായുള്ള അലുവ അതുൽ ജസ്റ്റ് മിസ് ആയി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചുള്ളത്. എന്തായാലും പ്രതികളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതേസമയം തന്നെ ഇത്രയും 2 ദിവസമാണ് പ്രതികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും പ്രതികൾ ആരൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടും പ്രതികളെ പോലീസിന് പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്നും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നുമാണ് ASP അറിയിച്ചിട്ടുള്ളത്. ശരി, 2 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. പ്രധാന പ്രതി അലുവ അതുൽ പിടിയിലാവാനുണ്ട്. അതായത് കൊലപ്പെടുത്തുക എന്നായിരുന്നില്ല ലക്ഷ്യം. പരിക്കേറ്റ് ആജീവനാന്തകാലം കിടക്കയിൽ കിടത്തുക എന്നായിരുന്നു ലക്ഷ്യം. പക്ഷേ അതായത് വലിയ ആസൂത്രിതമായിട്ട് കൊലയ്ക്ക് മുന്നൊരുക്കങ്ങൾ, നമ്മൾ ഈ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കൊലയ്ക്കൊക്കെ മുന്നേ ഇത്ര വലിയ പ്ലാനിങ് ഒക്കെ നടത്തുന്ന ഇവർ പോസിറ്റീവായിട്ട് ഇവരുടെ പ്ലാനിങ് കേപ്പബിലിറ്റി ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നമുക്ക് തോന്നും. എന്തായാലും ഇനി അറസ്റ്റ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സുജിത് സുരേന്ദ്രൻ